الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പരലോകത്ത് രക്ഷപ്പെടണമെന്നത്. ഈ ദുനിയാവിലെ കൊടും ചൂട് തന്നെ നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് എന്നറിയുമ്പോൾ ഇതിന്റെ എത്രയോ ഇരട്ടി ചൂടും കഷ്ടതയുമായിരിക്കും മഹ്ശറയിലും പരലോകത്തുമൊക്കെ. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈമാനും അമലുസ്വാലിഹാത്തും വേണമെന്നുള്ള കാര്യം നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും, ഫഅമ്മാ മൻ ഖഖലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ആരുടെ നന്മയുടെ തുലാസ് കനം തൂങ്ങിയോ അവർ സംതൃപ്തിയുടെ സന്തോഷത്തിന്റെ ജീവിതത്തിലാണ് എന്ന്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് പലർക്കും കുറെയൊക്കെ ഇബാദത്തുകളും അമല് സാലിഹാത്തുകൾക്കും സാധിച്ചു. അൽഹംദുലില്ലാ. വിശിഷ്യ പരിശുദ്ധ റമളാനിൽ ഇനി നമ്മുടെ മേൽ കടമയായിട്ടുള്ള നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നാം അനുഷ്ഠിച്ച ഈ കർമ്മങ്ങളൊന്നും യാതൊരു പോറലും പരിക്കുമില്ലാതെ പരലോകത്ത് നമുക്ക് കിട്ടണം. അതിനുള്ളൊരു മനസ്സും ചിന്തയും പ്രയത്നവുമാണ് നമുക്ക് ഇനി വേണ്ടത്. സ്വഹാബികളടക്കമുള്ള മുൻഗാമികൾ നന്നായി അധ്വാനിച്ചിരുന്നു. അതോടൊപ്പം കർമ്മങ്ങൾ പരലോകത്ത് എന്താകുമെന്ന ഭയപ്പാട് നല്ലപോലെ അവരെ അലട്ടിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
കാരണം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അവർ ആ സങ്കടം പങ്കുവെക്കുന്നുണ്ട്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ളാഹു അമലുകൾ കബൂലാക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ മുത്തഖീങ്ങളിൽ പെട്ടവനാണോ പെട്ടവളാണോ എന്ന ചിന്തയാണ് അവരെ അലട്ടിയിരുന്നത്. അതേപോലെ സത്യവിശ്വാസികളുടെ സ്വഭാവമായി പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂറത്തുൽ അൻബിയായിൽ എടുത്തു പറഞ്ഞത് വല്ലദീന യുഅ്തൂന മാ ആതൗ, അവർക്ക് കിട്ടിയതൊക്കെ, അവരുടെ കയ്യിലുള്ളതൊക്കെ, അത് സമ്പത്തായും അതല്ലാതെ അവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കർമ്മശേഷികൾ വെച്ച് അവർ ചെയ്ത കർമ്മങ്ങളൊക്കെയും ചെയ്ത ആളുകൾ വഖുലൂബുഹും വജില, ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തീർച്ചയായും അവർ അവരുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ബോധത്തോടുകൂടി, ചിന്തയോടുകൂടി മനസ്സ് നടുങ്ങി പേടിച്ച് പിടച്ചുകൊണ്ടാണ് അവർ ആ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ ആയത്ത് ഓതിക്കേട്ടപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടിയും ഒക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഹദീസുകളിൽ വളരെ പ്രസിദ്ധമായ സംഗതിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ചു, നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം മനുഷ്യ സഹജമായ തിന്മകളിലേക്ക് കൂപ്പുകുത്തിയ ആളുകളായിരിക്കും അവർ എന്നാണ് അവർ ധരിച്ചു വെച്ചത്. കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, മോഷ്ടിക്കുന്ന ആളുകൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലാ യാ ബിൻത സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ, നിങ്ങൾ ധരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ. വലാകിന്നഹും അല്ലദീന യുസല്ലൂന വയതസദ്ദഖൂൻ, മറിച്ച് അവർ നിസ്കരിക്കുന്ന ആളുകളാണ്, സദഖ ചെയ്യുന്ന ആളുകളാണ്. വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കാതെ പോകുമോ ആ അമലുകൾ എന്ന പേടിയാണ് അവരെ നടുക്കിയത്, അവരെ പ്രയാസപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുമ്പോൾ എത്രമാത്രം വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള തടസ്സങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ വിശദീകരിച്ചതൊക്കെ നാം ശ്രദ്ധിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ അത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഗൗനിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ചിലത് കർമ്മങ്ങൾക്ക് ശേഷവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈമാനും ഇഖ്ലാസും ഇത്തിബാഉം ഒക്കെയാണ്. വിശ്വാസമില്ലാത്ത ആളുകൾ അവർക്ക് തോന്നിയതൊക്കെ, നല്ലതായി തോന്നിയത് അവർ ചെയ്തു എന്നുള്ളത് കൊണ്ട് പരലോകത്ത് നിന്ന് കിട്ടുകയില്ല. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അവിശ്വാസികളായ ആളുകൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളിലേക്ക് പരലോകത്ത് നാം തിരിയും, എന്നിട്ട് അതിനെ ധൂളികളാക്കി പറത്തിക്കളയും. കാരണം അവർക്ക് പരലോകം എന്നൊന്ന് വിശ്വാസമുണ്ടായില്ല. പടച്ച റബ്ബിൽ നിന്നൊരു പ്രതിഫലം അവർ ആഗ്രഹിച്ചില്ല, പ്രതീക്ഷിച്ചില്ല. അള്ളാഹുവെ എന്നിൽ നിന്ന് കബൂൽ ചെയ്യണ എന്നൊരു തേട്ടം അവർക്കുണ്ടായില്ല. ഈമാൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ അമലുകളൊന്നും സ്വീകരിക്കുകയില്ല എന്ന്. അതേപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇഖ്ലാസില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവർത്തനവും സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ ചെയ്യുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു, എങ്ങനെ ചെയ്തു എന്നൊന്നും നോക്കാതെ കണ്ണും പൂട്ടി തോന്നിയതുപോലെ ചെയ്യുന്ന ആളുകൾ, അത് ബിദ്അത്തായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. അങ്ങനെ പ്രവാചക മാതൃക അന്വേഷിക്കാതെ ചെയ്ത കർമ്മങ്ങളും, എത്രമാത്രം സാമ്പത്തികമായ ബാധ്യതകൾ വരുത്തി വെച്ചതാണെങ്കിലും, ശാരീരികമായി എത്രയേറെ കഷ്ടപ്പെട്ടതാണെങ്കിലും ആ കർമ്മങ്ങളൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ വിലപ്പോകുന്നതോ പരിഗണിക്കപ്പെടുന്നതോ അല്ല. എന്നാൽ ഇതൊക്കെ പാലിച്ച്, തൗഹീദ് അംഗീകരിച്ച്, സുന്നത്ത് പാലിച്ച്, ശ്രദ്ധിച്ച്, ഇഖ്ലാസോടുകൂടി തന്നെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ചിലപ്പോൾ അവിടെയും ചില മാരകമായ പരിക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഏറെ ഭയപ്പെടേണ്ടത്. പ്രത്യേകിച്ച് ഈ പള്ളിയിൽ ജുമാ കേൾക്കാൻ വേണ്ടത്, ജുമാക്കും ഖുത്ബക്കും വരുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ശിർക്കിന്റെയും കുഫറിന്റെയും ഒന്നും ആളുകളായിരിക്കുകയില്ല എന്നാണ് ഞാൻ ധരിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പ്രത്യേകം ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ഗാശിയയിലെ ആദ്യത്തെ ആയത്തുകളാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ, ഭൂമി ആസകലം, ലോകമാസകലം അഭിമുഖീകരിക്കുന്ന, ലോകമെല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാറ്റിനെയും ആവരണം ചെയ്യുന്ന ആ മഹാവിപത്തിനെ സംബന്ധിച്ച് ഖുർആൻ ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, വുജൂഹുൻ, ചില ആളുകൾ, ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നേ ദിവസം, ഖാശിഅ, ഭയപ്പാടോടുകൂടി, വളരെയധികം ഭയവിഹ്വലരായി,
താഴ്മയും അതേപോലെ തന്നെ പ്രയാസവും സഹിച്ചുകൊണ്ടായിരിക്കും അവരുണ്ടാവുക. അവർക്ക് എന്താണ് പ്രശ്നം? അവർ കർമ്മങ്ങൾ ചെയ്യാത്തവരാണോ? ആമിലത്തുൻ നാസിബ, അവർ അധ്വാനിച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. കുറെ ഇബാദത്തുകൾ, കുറെ അമലുകൾ, സ്വാലിഹാത്തുകൾ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ഷീണിച്ച് തളർന്നു വരുന്ന ആളുകളാണവർ. തസ്ലാ നാറൻ ഹാമിയ, എന്നിട്ടും അവർ കത്തിയാളുന്ന നരകത്തിൽ പ്രവേശിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്ത് അധ്വാനിച്ച് പണിപ്പെട്ടിട്ടും ആ അമലുകൾ പരലോകത്ത് ഉപകരിക്കാതെ പോകുന്ന ഹതഭാഗ്യരായ ആളുകൾ, അതിൽ പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത, നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ ഒരു നന്മയും വേറൊരാളുടെയും അക്കൗണ്ടിലേക്ക് പോകരുത്, എനിക്കത് കിട്ടാതെ പോകരുത് എന്നൊരു കണിശമായ നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. എങ്കിൽ ഒന്നാമതായി ഖുർആൻ എടുത്തു പറഞ്ഞൊരു സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, പ്രവാചകന് താങ്കളുടെ ജീവിതത്തിൽ എങ്ങാനും ശിർക്ക് സംഭവിച്ചാൽ ലയഹ്ബതന്ന അമലു, താങ്കൾ ചെയ്തു കൂട്ടിയ സകലമായ സൽക്കർമ്മങ്ങളും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച സകലമായ ത്യാഗങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല, 6-ാം അധ്യായം സൂറത്തുൽ അൻആമിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നിരവധി പ്രവാചകന്മാരുടെ പേരെടുത്ത് വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും അവർ ചെയ്ത ആ നന്മകളുടെ കൂട്ടത്തിൽ ശിർക്കിന്റെ ഒരു കണിക, ഒരു ലാഞ്ചന കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരധ്വാനിച്ച എല്ലാ അമലുകളും നിഷ്ഫലമായി തകർന്ന തരിപ്പണമായി പോകുമെന്ന്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൽ, കർമ്മങ്ങളിൽ, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ശിർക്ക് വരികയില്ല എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. വിഗ്രഹങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് അവയോട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ശിർക്ക് എന്ന് പറയുന്നത്. അവക്ക് നേരെ പൂജിക്കലും അവയെ ഇലാഹായി സങ്കല്പിക്കലും മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട യാതൊന്നും അല്ലാഹുവല്ലാത്ത ആർക്കും കൊടുക്കാതിരിക്കാൻ നമ്മളുടെ ജാഗ്രത കാണിക്കണം. അത് നേർച്ചകളാണെങ്കിലും ബലിയാണെങ്കിലും സഹായകേട്ടങ്ങളാണെങ്കിലും അള്ളാഹുവിനോടല്ലാതെ പടച്ചറപ്പിന്റെ ഒരു മഖ്ലൂഖിനോടും ഒരു സൃഷ്ടിയോടും നമ്മൾ ഒരു ഘട്ടത്തിലും അത്തരത്തിലുള്ള സഹായാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഇബാദത്തിന്റെ യാതൊന്നും സമർപ്പിക്കാൻ പാടില്ല. അതേപോലെ അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ വേറൊരു അള്ളയുണ്ട്, വേറൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ ആര് വിശ്വസിക്കുന്നു? മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു വിശ്വാസമുള്ളവരുണ്ടാകും എന്ന് നമുക്ക് ധരിക്കുവാൻ പോലും സാധ്യതയില്ല. പക്ഷേ അതിനപ്പുറത്ത് പലതും സംഭവിച്ചു പോകാറുണ്ട്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അഥവാ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ, അതുപോലെ ചില ഗുണവിശേഷണങ്ങൾ മറ്റുള്ളവർക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അള്ളാഹ് കാണുന്നത് പോലെ ഇന്ന ആളുകളൊക്കെ കാണും, അവർക്ക് ദൂരം പ്രശ്നമില്ല, അതേപോലെ കാലഘട്ടങ്ങൾ പ്രശ്നമില്ല, അവർ ഏത് ഇരുട്ടിലും നമ്മുടെ മനസ്സിന്റെ അകത്തുള്ളതുവരെയും കാണും, അറിയും എന്ന് ആരെക്കുറിച്ചെങ്കിലും നമുക്കങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായാൽ പടച്ചറപ്പിന്റെ സിഫത്തിലാണ് നാം പങ്കുചേർത്തത്. അങ്ങനെ ഒരു പ്രത്യേകത അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കും, ദൂരപരിധിയില്ലാതെ, ഭാഷാ വൈവിധ്യങ്ങളില്ലാതെ, സങ്കടങ്ങളുടെയും ആവലാതികളുടെയും വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ എല്ലാം കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ ഏതെങ്കിലും തങ്ങളോ ശൈഖോ ബീവിയോ ആരെങ്കിലും മനസ്സിലാക്കും, അവർക്ക് കഴിയും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. കാരണം പടച്ചറപ്പിന്റെ സിഫാത്തുകളിലാണ് അവിടെ പങ്കുചേർക്കുന്നത്. അതേപോലെ അള്ളാഹുവിന്റെ അഫ്ആലുകൾ, പടച്ചറപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരാൻ, രോഗങ്ങൾ ഭേദമാക്കാൻ, ശിഫയാക്കാൻ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകാൻ, ജീവൻ നൽകാൻ, അതേപോലെ തന്നെ മരിപ്പിക്കാൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അള്ളാഹ് അല്ലാത്ത മറ്റാർക്കെങ്കിലും ഇതിന് സാധിക്കും എന്നാരെങ്കിലും ധരിച്ചാൽ തീർച്ചയായും അവർ അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ പങ്കുചേർക്കുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ശിർക്കിന്റെ കണികകൾ, വിശ്വാസപരമായ വൈകല്യങ്ങൾ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും അള്ളിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ, നാം എത്ര നോമ്പെടുത്താലും, നാം എത്ര ഹജ്ജ് ചെയ്താലും, നാം കോടിക്കണക്കിന് സക്കാത്തും സ്വതക്കകളും കൊടുത്താലും അത് പരലോകത്ത് കിട്ടുകയില്ല എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം വിളിച്ച് ഉണർത്തിക്കൊണ്ട് വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക
ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. 39-ാം അധ്യായം സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞത്, പ്രവാചകരെ താങ്കളെങ്ങാനും അല്ലാഹു അല്ലാത്തവരിൽ പങ്കുചേർത്താൻ പടച്ചറബിനെ മാത്രം സമർപ്പിക്കേണ്ട കാര്യങ്ങളിൽ, അള്ളാഹ്ക്ക് മാത്രം വകവെച്ചു കൊടുക്കേണ്ട വിഷയത്തിൽ അല്ലാഹ് അല്ലാത്തവരെ കൂടി പങ്കുചേർത്താൻ, അതാണ് പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ, ശിർക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ, അതോടുകൂടി സകലമാന നന്മകളും തകർന്നു പോകും, തരിപ്പണമായി പോകുമെന്ന്. അങ്ങനെ വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, അല്ലാഹു അല്ലാത്തവരോട് ആ രീതിയിൽ ഒരു സഹായം ചോദിച്ചാൽ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ എന്റെ രോഗമൊന്ന് മാറ്റിത്തരണേ എന്ന് ബദരീങ്ങളോടോ അല്ലെങ്കിൽ ഉഹദീങ്ങളോടോ മുഹിദ്ദീൻ ഷേഖിനോടോ ഏതെങ്കിലും തന്നന്മാരോടോ ബീവിയോടോ ഏതെങ്കിലും ഖബറിന്റെ അടുക്കൽ ചെന്ന് സങ്കടങ്ങൾ പറയുന്ന ആളുകൾ ഒരൊറ്റ വിളിയിൽ തന്നെ എത്രമാത്രം ശിർക്ക് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുമോ? അതൊന്ന് പ്രാർത്ഥനയാണ്. പടച്ചറബിന് മാത്രം കഴിയുന്ന ഒരു കാര്യത്തിൽ അല്ലാഹ് അല്ലാത്തവരോട് സഹായം തേടുമ്പോൾ അത് ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്താണ്. അല്ലാഹ് അല്ലാത്തവരോടാകുമ്പോൾ ഒന്നാമത്തെ ശിർക്ക് അവിടെ സംഭവിച്ചു. നമ്മൾ ചോദിക്കുന്ന കാര്യം ആ തേട്ടം അവർ കേൾക്കുമെന്നുള്ള വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞു, പരിധികളില്ലാതെ, ഭാഷാ വൈവിധ്യങ്ങളില്ലാതെ, ദൂരപരിധികളില്ലാതെ അവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുവെക്കലാണ്. ഇനി കേട്ടിട്ടെന്താ കാര്യം? എന്റെ സങ്കടം മലയാളിയായ ഞാൻ പറയുന്ന, മലയാള ഭാഷയിൽ ഞാൻ പറയുന്ന എന്റെ തേട്ടങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ന മഹാൻ, ഇന്ന തങ്ങൾ, ഇന്ന ബീവി അത് കേട്ട് മനസ്സിലാക്കും, തിരിച്ചറിയും എന്ന വിശ്വാസമുണ്ടെങ്കിലല്ലേ അയാൾ വിളിക്കുകയുള്ളൂ. സ്വാഭാവികമായും അതും പടച്ചറബിന്റെ മാത്രം പ്രത്യേകതയാണ്. ഭാഷാ വൈവിധ്യങ്ങളില്ലാതെ മനസ്സിന്റെ വേദനകൾ, നൂറുകണക്കിന് ആളുകളുടെ നൂറുകണക്കിന് പ്രശ്നങ്ങളാണെങ്കിൽ ഒരാളുടെയും വിളി മറ്റൊരാളുടെ വിളിയുമായി കൂടിക്കലരാതെ പടച്ചറബ് കൃത്യമായി അറിയും. എന്റെ വിളി എന്റെ റബ്ബറിയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിളി അവൻ കേൾക്കും. ഇങ്ങനെ വേർതിരിച്ചറിയുക എന്നുള്ള വിശേഷണത്തിൽ പങ്കുചേർക്കുകയാണ്. അതേപോലെ തന്നെ ഇനി കേട്ടിട്ടും തിരിച്ചറിഞ്ഞിട്ടും എന്താ കാര്യം? അതിനൊരു പ്രതിവിധി കിട്ടണമെന്നുള്ള വിശ്വാസമുള്ളവരല്ലേ തേടുകയുള്ളൂ. ആ വിശ്വാസവും ശിർക്കാണ്. അഥവാ സഹായിക്കാൻ കഴിവുള്ളവൻ. ഇങ്ങനെ നിരവധി അനവധി ശിർക്കുകളാണ് ഒരൊറ്റ തേട്ടത്തിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഗതികളില്ലാതെ നമുക്ക് പടച്ചറബിൽ തവക്കുലാക്കി മനസ്സ് ശക്തമായി ബന്ധിക്കുവാൻ സാധിക്കണം. എങ്കിലേ നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾ, അമൽ സാലിഹാത്തുകൾ പോറലേൽക്കാതെ, പരിക്കുകളില്ലാതെ അവിടെ കിട്ടുമെന്ന് സമാശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ടാമത്, അതിനു മുമ്പൊരു കാര്യം, ഇങ്ങനെ ഒരു പ്രശ്നം പറയുമ്പോൾ അതിന്റെ പരിഹാരം വേണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ശിർക്കിനെ ഭയപ്പെടുവാനും സൂക്ഷിക്കുവാനും അടിക്കടി ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. തൗഹീദിന്റെ ശക്തരായ ആളുകൾ, ഞങ്ങൾക്കൊന്നും ഈ ശിർക്കിലേക്ക് യാതൊരു പേടിയും ഭയപ്പാടുമില്ല എന്ന് ആരും കരുതേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തീർച്ചയായും നിങ്ങളിലേക്ക് ശിർക്ക് ഗോപ്യമായി കടന്നു വരുന്നത് ഞാൻ ഭയപ്പെടുന്നു. ഒരു ഉറുമ്പ് അരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യമായി, സൂക്ഷ്മമായ രീതിയിൽ നിങ്ങളുടെ വാക്കുകളിൽ ചിലപ്പോൾ, അതല്ലെങ്കിൽ പ്രവൃത്തികളിൽ, നിങ്ങളുടെ വിശ്വാസങ്ങളിലൊക്കെ ശിർക്കിന്റെ കണികകൾ വരുവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ സൂക്ഷിക്കണം. അലാ അദുല്ലുകും അലാ ശൈഇൻ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. നിങ്ങളത് മനസ്സിൽ തട്ടി പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ ആ ശിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാ കണികകളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് മുക്തി നൽകും, മോചനം നൽകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ നിങ്ങൾ ദുആ ചെയ്യണം. അർത്ഥം മനസ്സിലാക്കി മനസ്സിൽ തട്ടി റബ്ബിനോട് ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, രക്ഷ തേടുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കും. എങ്ങനെ? അല്ലാഹുവേ, മനസ്സിൽ അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി പടച്ച റബ്ബേ, നിനക്ക് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനയുടെ യാതൊന്നും ഞാൻ പുഴുക്കളരിച്ച് മരിച്ചു പോയാലും നിന്നോടല്ലാതെ ഒരു മഹ്ലൂക്കിനോട് ഞാൻ തേടുകയില്ല. മലക്കുകളാണെങ്കിലും ജിന്നകളാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും കണ്ണന്മാരാണെങ്കിലും ബീവിമാരാണെങ്കിലും ആരോടും എന്റെ തേട്ടങ്ങൾ മുഴുക്കെ എന്റെ റബ്ബിനോട് മാത്രമേ ആയിരിക്കുകയുള്ളൂ അല്ലാഹ് എന്ന് ഉറപ്പിച്ച് പറയുകയും, അറിഞ്ഞ് ഞാൻ
ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് കാവൽ തേടുകയും ചെയ്യുന്നു. അറിയാതെ എന്റെ വാക്കിലോ പ്രവൃത്തികളിലോ ശിർക്കിന്റെ എന്തെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്നുമുള്ള ഈ പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹു ശിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പരിക്കുകളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ പ്രാർത്ഥന നമ്മൾ പഠിച്ചു മനസ്സറിഞ്ഞ് പറയേണ്ട സംഗതിയാണ്. അതേപോലെ മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ മതത്തിനൊന്നും വലിയ കാര്യമില്ല എന്ന് ചിലപ്പോൾ അതൊക്കെ ചെയ്തിട്ട് മാറി നിന്ന് പറയുകയും ചെയ്യും. അഥവാ ദീൻ ഒഴിവാക്കി പോകുന്ന മുർത്തദ്ദാകുന്ന രിദ്ദത്തിന്റെ കാര്യങ്ങൾ, മതപരിത്യാഗികളായ ആളുകൾ അവരെത്രമാത്രം സാമൂഹ്യ സേവനങ്ങളും അതേപോലെ ക്ഷേമ പ്രവർത്തനങ്ങളും കഠിനാധ്വാനം ചെയ്താലും അതൊന്നും പരലോകത്ത് കിട്ടുകയില്ല. കാരണം അവർക്ക് തന്നെ അതൊരു വിശ്വാസമില്ലെങ്കിൽ പിന്നെ പടച്ചവനായിട്ട് അങ്ങനെ വാരിക്കോരി കൊടുക്കാൻ അള്ളാഹ് തയ്യാറാവുകയില്ല എന്ന് ഖുർആൻ പറയുകയാണ്. വമൻ യർതദ് മിൻകും അൻ ദീനിഹി, ആരെങ്കിലും തന്റെ ദീനിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ഫയമുത് വഹുവ കാഫിർ, എന്നിട്ട് അവിശ്വാസിയായി സത്യനിഷേധിയായി മരിച്ചു പോവുകയും ചെയ്താൽ ഫഉലൈക ഹബിതത് അഅമാലുഹും, അവർ ചെയ്തു കൂട്ടിയ നന്മകളെല്ലാം സൽക്കർമ്മങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. അതേപോലെ തന്നെ അവർ അവർ നരകവാസികളാണ്, ശാശ്വതവാസികളായിരിക്കും നരകത്തിൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിലെ 217-ാമത്തെ ആയത്ത്. അതുകൊണ്ട് മതപരമായ കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് വിശ്വാസത്തോടുകൂടി ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നമുക്ക് കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയാണ്, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, ശിർക്ക് വരാതെ ജാഗ്രത പാലിക്കുന്ന നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കേണ്ട സംഗതി, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസിന് പകരം റിയാഉം സുംഅത്തും കടന്നു വരുന്നുണ്ടോ എന്നത്. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ 4 ആളുകൾ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ഭക്തിയും ശ്രദ്ധയും ഓത്തിനൊരു താളവും അതേപോലെ തന്നെ ആളുകളെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം, ഒരു 10 രൂപ കൊടുക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് 100 ആക്കി ആളുകളെ കാണിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു മനസ്സിനൊരു സന്തോഷവും ഒരു ആവേശവും ഒരു കുളിർമയും ഒക്കെ കിട്ടുന്നുവെങ്കിൽ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. പരലോകത്ത് പടച്ചറബത്തലും ആളുകളെ ആട്ടി ഓടിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് നിങ്ങൾ ആരെയെല്ലാം കാണിക്കാൻ വേണ്ടിയാണ് ഈ അമലുകൾ ഈ കർമ്മങ്ങൾ ചെയ്തത് അവരുടെ അടുക്കലേക്ക് പോയിക്കോ. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ, വല്ല പ്രതിഫലവും കിട്ടുമോന്ന് അവിടെ പോയി നോക്ക് എന്ന് പറഞ്ഞ് പടച്ചറബ് ആക്രോശിച്ച് ആട്ടിയോടിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ ഹദീസുകളിൽ വിശദമായി നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും ത്യാഗനിർഭരമായ കർമ്മങ്ങൾ ചെയ്ത അതുല്യരായ 3 മനുഷ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ പണയപ്പെടുത്തി വെട്ടിക്കൊലപ്പെടുത്തപ്പെട്ട് യുദ്ധക്കളത്തിൽ മരിച്ചുപോയ വ്യക്തി, ആളുകളെല്ലാവരും ഷഹീദ് എന്ന് വിളിച്ചു പോകുമാറ് ത്യാഗം ചെയ്തൊരു മനുഷ്യൻ. പക്ഷെ പരലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് മലക്കുകൾ തൂക്കിപ്പിടിച്ച് നരകത്തിലേക്ക് എറിയുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കാരണം? ഞാൻ വലിയ ധീരനാണ് എന്ന് ആളുകൾ പറയണമെന്നൊരു ചിന്ത അയാളുടെ മനസ്സിൽ എവിടെയോ കടന്നുകൂടി. അയാൾ ചെയ്ത ത്യാഗങ്ങളൊന്നും ചെറുതായിട്ടല്ല, ആ കർമ്മങ്ങളൊന്നും പരിഗണിക്കാതെ പടച്ചറബ് വലിച്ചെറിയുമെന്ന നരകത്തിൽ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ ധാരാളം സമ്പത്തും സ്വാധീനങ്ങളും സൗകര്യങ്ങളും കൊടുത്ത ഒരു മനുഷ്യൻ പടച്ചറബ് ഇഷ്ടപ്പെട്ട എല്ലാ മേഖലയിലും വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. കൊടുക്കാഞ്ഞിട്ടല്ല, ചെയ്യാഞ്ഞിട്ടല്ല, പക്ഷേ ഇഖ്ലാസ് എന്ന മർമ്മം നഷ്ടപ്പെട്ടതിനാൽ അയാളെയും തൂക്കിയെടുത്ത് നരകത്തിലേക്ക് എറിയുന്ന രംഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അള്ളാഹു അറിവും കഴിവും നൽകിയ പണ്ഡിതനായ മനുഷ്യൻ, ആ ഇൽമിനനുസരിച്ച് പ്രവർത്തിച്ച, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത നല്ലൊരു മനുഷ്യൻ, അയാളുടെയും നിയ്യത്ത് മാറിയപ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെട്ട് റിയാ, ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകണം എന്നൊരു ചിന്ത മനസ്സിൽ കടന്നുകൂടിയപ്പോൾ അയാൾ ചെയ്ത മഹത്തരമായ വലിയ വലിയ കർമ്മങ്ങൾ തന്നെ അസാധുവായി അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗം ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി, ചെറുതാണ് കുറച്ചേ നമ്മൾ ചെയ്യുന്നുള്ളൂ എങ്കിലും റബ്ബിനെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. കുറെ ചെയ്തു, പക്ഷേ ആ ഇഖ്ലാസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു വാല്യവുമില്ല എന്ന കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതേപോലെ മറ്റൊന്ന്,
നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ കൊടുത്തത് എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രംഗം. അങ്ങനെയുണ്ട് ചില ആളുകൾ. വാരിക്കോരി കൊടുക്കും. പക്ഷെ കൊടുക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്ത് കിട്ടണം, റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും എനിക്ക് ലഭിക്കണം എന്ന ചിന്തകയേക്കാൾ അപ്പുറത്ത് പിശാച് മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോകും. എന്നിട്ട് പറയും, ഞാൻ തന്നതല്ല നീ ഉടുത്തത്, ഞാനെപ്പോൾ ഉണ്ടാക്കി തന്ന വീട്ടിലല്ല നീ കിടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് കൊടുത്തതെടുത്ത് പറഞ്ഞ് അവരെ ദ്രോഹിക്കുന്ന സംഗതി. അതിലും ഭേദം കൊടുക്കാതിരിക്കലാണ് എന്ന രീതിയിലാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ഔദാര്യം ചെയ്ത് അത് എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ ശല്യപ്പെടുത്തി നിങ്ങൾ കൊടുത്തത് ബാത്തിലാക്കി കളയല്ലേ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം ആളുകളെ കുറിച്ച് ഒരൊറ്റ ഹദീസിൽ നിന്ന് താക്കീത് ചെയ്യുന്നുണ്ട്. സലാസത്തുൻ, 3 ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബ് അവരുടെ നേരെ നോക്കി ഒന്ന് സംസാരിക്കുക പോലും ചെയ്യുകയില്ല. വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം, കാരുണ്യത്തോടുകൂടി അവരെ നോക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യുകയില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. സ്വഹാബികത്ത് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഹാബു വഹസിറു, അത്തരം ആളുകൾ പരാജിതരായി നഷ്ടപ്പെട്ടു. അവരെ ഏത് ഹതഭാഗ്യരാണ് പ്രവാചകരെ അവർ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്ത 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. വളരെ ലാഘവത്തോടുകൂടി നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടുപോകുന്ന കാര്യങ്ങൾ. ഒന്ന്, അൽ മുസ്ബിൽ, വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചഴിച്ചു ഉടുക്കുന്ന ആളുകൾ. അത് പാൻസ് ആണെങ്കിലും മുണ്ടാണെങ്കിലും ഒക്കെ. ചില ആളുകൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വരുമ്പോൾ പാൻ ഇങ്ങനെ മടക്കി തെരുത്തി കയറ്റി വെക്കുന്ന കാണാം. പള്ളിയിൽ മാത്രമല്ല, ഇസ്ലാമികമായി ഒരു പുരുഷന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ കണിശമായ നിയമമാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ് ഞാൻ വായിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് അൽ മന്നാൻ, നന്മകൾ ചെയ്യും, കൊടുക്കും, എന്നിട്ട് അത് എടുത്തു പറഞ്ഞ ആളുകളെ ശല്യം ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം അൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ള സത്യം പറഞ്ഞുകൊണ്ട് ആണയിട്ട് കള്ള ശപഥം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റഴിക്കുന്ന ആളുകൾ. ഈ 3 ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയാണ് നമ്മൾ കേട്ടത്. പരലോകത്ത് കാരുണ്യത്തോടുകൂടി റബ്ബ് നോക്കുകയില്ല, സ്നേഹത്തോടുകൂടി അവരോട് സംസാരിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയോ വിമലീകരിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ നിസ്സാരമാക്കി കളയുന്ന സംഗതിയാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നത് നാവുകൊണ്ട്. അതേപോലെ നമ്മുടെ കഴിവും സ്വാധീനവും കൈകാലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അൽ മുഫ്ലിസ്, ദരിദ്രൻ, പാപ്പരായവൻ, ഒന്നുമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു നയാ പൈസക്ക് വകയില്ലാത്ത ആളുകളാണ് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്നാൽ എന്റെ ഉമ്മത്തിലെ പാപ്പരായ അതിദരിദ്രരായ ആളുകൾ, ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും അതിദാരിദ്രരായ ദരിദ്രരായ ആളുകൾ ആരാണെന്ന് അറിയുമോ? യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരും, ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്ത്, കുറെ നോമ്പെടുത്തിട്ടുണ്ടാകും, കുറെ നിസ്കരിച്ചിട്ടുണ്ടാകും, കുറെ സകാത്ത് കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ വലിയ വലിയ നന്മകളും പുണ്യങ്ങളുമായി പരലോകത്ത് വരുന്ന ഒരു മനുഷ്യനാണ്. വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ, കുറെ ആളുകൾ അയാൾക്കെതിരെ പരാതികളായി, അയാൾക്കെതിരെ അപ്പീലുകളുമായി റബ്ബിന്റെ കോടതിയിൽ വരും. പടച്ചവനെ, ഇയാൾ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, എന്നെ ശകാരിച്ചിട്ടുണ്ട്, എന്നെ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ട്, എന്റെ അഭിമാനത്തെ പിച്ചി ചീന്തിയിട്ടുണ്ട്, അതേപോലെ എന്റെ സ്വത്ത് അനർഹമായി അന്യായമായി അപഹരിച്ച് തിന്നുകൂട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ അതിർത്തി ഒന്ന് തിരക്കി ഒരു കുറ്റിയെടുക്കുമ്പോൾ ഒരു സെന്റിമീറ്റർ ഒന്ന് മാറ്റി നമ്മൾ അയാളുടേത് അപഹരിച്ചെടുക്കുന്നുവെങ്കിൽ സൂക്ഷിക്കണം സഹോദരങ്ങളെ. എന്റെ ഇന്നയാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്. ഇങ്ങനെ 100 കണക്കിന് പരാതികളുമായി റബ്ബിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ വല്ലറബഹാദ, ഇയാൾ എന്നെ അടിച്ചിട്ടുണ്ട്, ഇയാൾ എന്നെ ശകാരിച്ചിട്ടുണ്ട്, ഇയാൾ എന്റെ അഭിമാനത്തെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പലതും പറയുമ്പോൾ
ഇയാൾ ചെയ്ത ഈ നന്മകളിൽ നിന്ന് അള്ളാഹു എടുത്ത് അറ്റുകൊടുപ്പ് കൊടുക്കും. കാരണം പരലോകത്ത് സ്വർണവും അതേപോലെ വെള്ളിയും ഡോളറും കറൻസിയും ദീനാറും ദിർഹമും ഒന്നും ആർക്കും വേണ്ട. അവിടെ ഒരു സ്വലാത്ത് ചൊല്ലിയ, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ കൂലി കിട്ടുമോ എന്നാണ് ആളുകൾ പരക്കം പാഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഈ ചെയ്തു കൂട്ടിയ നന്മകളിൽ നിന്ന് അള്ളാഹു ഓഹരി വെക്കും. ആ നന്മകളെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ ആ പാപഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ തെറ്റുകുറ്റങ്ങൾ ഇയാളുടെ അക്കൗണ്ടിലേക്കാക്കി മാറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ഫതുരിഹത് അലൈഹി തുമ്മ തുരിഹ ഫിന്നാർ. എന്നിട്ട് നരകത്തിലേക്ക് അയാളെ വലിച്ചെറിയും. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഏതെങ്കിലും കെട്ടുകഥകളോ ഏതെങ്കിലും ഉമ്മാമ കഥകളോ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര കണ്ട് സൂക്ഷിക്കണം. നമ്മൾ ഇബാദത്തുകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് പരലോകത്ത് ആ പുണ്യവുമായി സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അവന്റെ മഹളായ ഫള് കൊണ്ട്, ഔദാര്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മളേറെ ഭയപ്പെടേണ്ടതും മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. ആളുകൾക്കിടയിൽ വെച്ചൊക്കെ പടച്ചിറപ്പിനെ പേടിച്ച് മുത്തഖിയായി ആബിദായി കഴിയുന്ന, സ്വകാര്യതകളിൽ തനിച്ചാകുമ്പോൾ ഹറാമുകളെ യാതൊരു മുഖവിലക്കുമെടുക്കാതെ ഏത് വൃത്തികേടുകളും ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി അതിനെ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലേക്ക് നമ്മൾ കാതോർത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറെ ആളുകളെ എനിക്ക് തീർച്ചയായും അറിയാം, അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. യഅ്തൂന യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ പരലോകത്ത് വരും. ബിഹസനാത്തിൻ, കുറെ നന്മകളുമായി. അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തെ പോലെ നല്ല വലിപ്പമുള്ള തെളിഞ്ഞു കാണുന്ന ആ പർവ്വതത്തിന് സമാനമായ കുറെ ഹസനാത്തുകൾ, നന്മകളുമായി കടന്നു വരുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട് ചില ആളുകൾ. ഫയജ്അലുഹു അല്ലാഹു ഹബാഅൻ മൻസൂറ, ആ നന്മകൾ പ്രകാശപൂരിതമായ സുഗന്ധം പരത്തുന്ന ആ നന്മകളെ അള്ളാഹു ധൂളികളാക്കി പറത്തിക്കളയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് അവർക്ക് പറ്റിയ തകരാറ്, എന്താണ് അവരുടെ പോരായ്മ എന്ന് ചോദിച്ചാൽ, കുറവുകൾ എന്ന് ചോദിച്ചാൽ, തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട മുസ്ലിങ്ങളാണെന്ന് പറയുന്ന നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കുന്നത് പോലെ ഉറക്കം ഒഴിച്ച് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളാണ് അവർ. വലാകിന്നഹും ഖൗമുൻ, പക്ഷേ അവർക്ക് പറ്റിയ തകരാറ് എന്താണെന്നറിയോ? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അവർ അവരുടെ സ്വകാര്യതകളിൽ, പ്രൈവസി ആരും കാണുകയില്ല, കർട്ടൻ വീണിട്ടുണ്ട്, ഡോർ ക്ലോസ്ഡ് ആണ് എന്നറിഞ്ഞാൽ അവിടെ റബ്ബിന്റെ നോട്ടം അവർ ഭയക്കുന്നില്ല, പടച്ചറബ് കാണുമെന്നുള്ള ചിന്തയില്ല. ആ സ്വകാര്യതകളിൽ ഹറാമുകൾ ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ, അവർ ചെയ്ത എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ട്. തിഹാമ പർവ്വതം കണക്കെ വലിയ വലിയ പുണ്യങ്ങളുമായി കടന്നു വരുമ്പോഴും അള്ളാഹു അവയെ ധൂളികളാക്കി പറത്തിക്കളയും എന്ന് പറയുന്ന കൂട്ടത്തിൽ സഹോദരങ്ങളെ നമ്മളുണ്ടോ? നമ്മൾ നമ്മളോടാണ് ചോദിക്കേണ്ടത്. പള്ളിയിൽ വന്നാൽ നമ്മൾ എല്ലാവരും മുത്തഖീങ്ങളാണ്. അതേപോലെ മാന്യന്മാരായ നല്ല കൂട്ടുകാർക്കിടയിൽ നമ്മൾ വിശുദ്ധരാണ്, എല്ലാവരും നല്ലവരെന്ന് പറയും. എന്നാൽ നമ്മുടെ സ്വകാര്യതകളിൽ, രഹസ്യ ജീവിതത്തിൽ റബ്ബ് മാത്രം കാണുന്ന ആ മേഖലയിൽ ഹറാമുകളിലേക്ക് മുഴുകുന്നതിൽ
അത് സോഷ്യൽ മീഡിയകളിലൂടെയാകട്ടെ, ഇന്റർനെറ്റിന്റെ വിശാലമായ തലങ്ങളിലാകട്ടെ, അശ്ലീലതകൾ കാണാൻ, തോന്നിവാസങ്ങൾ ചെയ്യാൻ, പലതും പറയാൻ, പ്രവർത്തിക്കാൻ നമുക്ക് യാതൊരു തടസ്സവും മടിയുമില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മളെടുത്ത നോമ്പും നമ്മൾ കൊടുത്ത സകാത്തും നമ്മൾ നിസ്കരിച്ച് രാത്രി നമസ്കാരങ്ങളും ഒക്കെ പരലോകത്ത് ധൂളികളാക്കി തകർക്കപ്പെടുന്ന, പറത്തപ്പെടുന്ന അവസ്ഥയുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ കരഞ്ഞ് നമ്മുടെ റബ്ബിനോട് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടാൻ റൂഹ് തൊണ്ടക്കൊടിയിലെത്തുന്നതിന് മുമ്പ് നമുക്ക് സമയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ നന്മകളും ഒരു കേടും ഒരു തകരാറുമില്ലാതെ പടച്ചറപ്പ് പരലോകത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകലമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ള, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും പടച്ചറപ്പ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.